നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ദ്രോഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ കുട്ടികളെ വഴിതെറ്റിക്കാൻ നോക്കിയത് ഇനി എന്റെ മോളോട് സംസാരിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയോ ചെയ്താലുണ്ടല്ലോ. ഇത്രയും നാൾ നീ അടക്കി പിടിച്ചുകൊണ്ട് നടന്നതാ കുഴപ്പം. ഇത് നീ എത്ര നാൾ മുമ്പ് ചെയ്യേണ്ടതാ. അങ്ങനെ ആയിരുന്നെങ്കിലേ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു. ആദ്യമോന്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ നോക്കട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞ് ശരിക്കൊന്നും നിന്നെ ഞാൻ കാണുന്നുണ്ട്. നശിച്ചവള്. അത് ഡോക്ടർ, മോനിപ്പോ എങ്ങനെയുണ്ട്? കാര്യമായ പരിക്കുകളൊന്നുമില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ എല്ലാ ടെസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. തലയിടിച്ചാ വീണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലെന്നാണ് റിസൾട്ട് കാണിക്കുന്നത്. എനിവേ, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാം. ഓ ശരി, താങ്ക് യു. അതെ, ഈ ബില്ലടയ്ക്കണം. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടണം. ഇങ്ങനെ നടന്നാ പോരാ. കണ്ടല്ലോ, ഇങ്ങനെയൊന്നും ഇറങ്ങി പോകാൻ പാടില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടായിരുന്നു. ഇനി ഒരു കാരണവശാലും ഞങ്ങളോട് ചോദിക്കാതെ എങ്ങും പോരാ. ഇത്രയും പൈസയോ? ടോട്ടൽ ചെക്കപ്പ് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ആയിരിക്കും. എന്തിപ്പോ ചെയ്യുമേ? മോളെ, കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണമൊക്കെ വേണമെങ്കിൽ പണയം വെക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ രാത്രി എന്താ ആന്റി? തൽക്കാലം ഞാനും കടച്ചോളാം. വേണ്ട ഹരി, കല്യാണി ആദ്യം കൂടെ ചെയ്തൊരു കാര്യമല്ലേ. രണ്ടു കൂട്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു സഹായമായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടമായിട്ട് കണ്ടാൽ മതി. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു മേടിച്ചോളാം. അതെ മോളെ, നമ്മൾ തമ്മിൽ എന്തിനാ കണക്ക്? മോനെ, നീ പോയി അടച്ചിട്ട് വാ. ചെല്ല്. വിഷമിക്കാണ്ടിരിക്കെ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. അതൊരാശ്വാസമായല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.